സംഗതികളാണ്. മുൻഗാമികളുടെ താരീഖ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ പരിശോധിച്ച് നോക്കി. മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു സുന്നിയാണല്ലോ, ഷേഖ് റിഫായി റളിയല്ലാഹു സുന്നിയാണല്ലോ, അഹമ്മദ് അൽ ബദവി റളിയല്ലാഹു സുന്നിയാണല്ലോ, ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു സുന്നിയാണല്ലോ, ഷാഫി ഇമാമ് സുന്നിയാണല്ലോ, ഇമാം ബുഖാരി റളിയല്ലാഹു സുന്നിയാണല്ലോ, മമ്പർത്ത തങ്ങൾ സുന്നിയാണല്ലോ. ഇങ്ങനെ നമുക്ക് എടുത്തു പറയാവുന്ന ഏതൊക്കെ പേരുണ്ടോ, ഗസാലി ഇമാമ് സുന്നിയാണല്ലോ. ഏതെല്ലാം പേര് മനുഷ്യന്മാരുടെ ഇടയിൽ പറയാൻ പറ്റുമോ അതൊക്കെ സുന്നിയാണെന്ന് മനസ്സിലാവും. മുൻഗാമികളുടെ താരീഖ് പഠിച്ചാൽ അങ്ങനെ ഒരു ഗുണം കിട്ടും. അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കണം, അഭ്യസ്തവിദ്യരായ ആളുകളെ സംഘടിപ്പിക്കണം, ഓല ഒഴിവിനനുസരിച്ച് പരിപാടികൾ വെക്കണം. പിന്നെ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാല് ഓല് ഇങ്ങോട്ട് വരുമൊന്നുമില്ല, നമ്മളങ്ങോട്ട് ചെല്ലേണ്ടി വരും. അത് ഇന്നാള് സംഘടിപ്പിച്ചിട്ട് ആകെ 10 ആളാ വന്ന്. 10 ആള് വന്നില്ലേ? കൗസല്യാദം പറഞ്ഞിട്ടുണ്ട് 5 ആളെ പഠിപ്പിച്ചാൽ 50 പേര് നന്നാവുമെന്ന്. മുഹ്യിദ്ദീൻ ഷേഖ് പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. 5 പേരെ പഠിപ്പിച്ചാൽ 50 പേര് നന്നാവും. 5000 ആളുകളോട് പ്രഭാഷണം നടത്തിയാൽ അത് കാരണം 50,000 ആളുകൾ നന്നാവുന്നുണ്ട് എന്നാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 40 കൊല്ലം വഅദ് പറഞ്ഞിട്ടുണ്ട് മുഹിയുദ്ദീൻ ഷേഖ്. 40 കൊല്ലം, 40 ഇറ്റാണ്ടോളം വഅദ് പറഞ്ഞോവർ, നന്നായി 90 കൊല്ലം ഇരുന്നോവർ. തന്നെ 65ഓളം കൊല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട്. 25 വർഷത്തിലധികം മഹാനവറുകൾ ദർസ് നടത്തിയിട്ടുണ്ട്. 25 കൊല്ലം നാട്ടിൽ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. 25 കൊല്ലം വിദേശത്ത് പഠനം നടത്തിയിട്ടുണ്ട്. എല്ലാം കൂടിയും കൂട്ടിയാൽ 90 ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം മഹാനവറുകൾ 90 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ പലതും ഒപ്പം ചെയ്തതാണ്. അപ്പോഴാ കൂട്ടിയാൽ 90 ആവുള്ളൂ, അല്ലെങ്കിൽ 90ന് മേലെ പോകും. കച്ചവടം തന്നെ 65 കൊല്ലുണ്ട്, 40 കൊല്ലത്തെ വയതുണ്ട്, അപ്പൊ തന്നെ 105 ആയില്ലേ. അതുകൊണ്ട് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നൊന്നിന് തടസ്സാണ്. ഗൗസുൽ ആദമിന് ഒന്നൊന്നിന് തടസ്സമായിരുന്നില്ല എന്ന് മാത്രം. 1000 കൊല്ലം മുമ്പാണ് മുഹ്യിദ്ദീൻ ഷേഖ് ജീവിക്കുന്നത്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്ന കച്ചവടക്കാരനാണ് ഗൗസുൽ ആദം. ഏത് ഖുറൈശി അങ്ങോട്ട് എത്തിയിട്ടുള്ളത്? സ്വന്തം കപ്പലുള്ള കച്ചവടക്കാരൻ ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ഈ മുഹിയുദ്ദീൻ മാലെ പറയണ്ടല്ലോ, ഒരിക്കല് ഗൗസുൽ ആദമിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കപ്പല് കൊള്ളക്കാര് പിടിച്ചിട്ടുണ്ട് പറഞ്ഞു. അതിൽ പറഞ്ഞു അൽഹംദുലില്ലാ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വേറെ ആൾ വന്നിട്ട് പറഞ്ഞു, അല്ല പിടിച്ചത് നിങ്ങളതല്ല വേറെ ആളതാണ് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാ. ആ സംഭവം പറഞ്ഞാൽ എന്തിനാ വെച്ചാൽ കപ്പലുണ്ടായിരുന്നു എന്ന് പറയാനാണ്. സ്വന്തമായിട്ട് ചരക്ക് കപ്പലുണ്ടായിരുന്ന കച്ചവടക്കാരൻ 25-ാമത്തെ വയസ്സിൽ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ആരംഭിക്കുന്നത് റോഡ് സൈഡിൽ വെള്ളക്കച്ചവടം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മരണം വരെയും കച്ചവടം ചെയ്തു, ദർസും നടത്തി, വഅദും നടത്തി. എല്ലാ 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം രാജ്യത്തിന്റെ കാര്യങ്ങളും നോക്കി നടത്തി. അതിൻ്റെ ഒപ്പം ഔലിയാക്കളിൽ ഏറ്റവും പ്രമുഖനായ ഗൗസ് എന്ന സ്ഥാനത്തിന്റെ ഉടമയുമാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്തായിരുന്നു അതിന്റെ രഹസ്യം എന്ന് ചോദിച്ചാല്, ഗൗസുൽ ആദമിന്റെ വാപ്പിമ്മയാണ് അതിന്റെ രഹസ്യം. അൽ വലദു സിർറു അബീഹി എന്നാണ്. മഹാനായ ഗൗസുൽ ആദമിന്റെ വാപ്പയും ഉമ്മയുമാണ് അതിന്റെ രഹസ്യം എന്ന് പറയുന്നത്. പാരന്റിങ് ക്ലാസ്സിൽ പറയേണ്ടതാണ്. ഇതിപ്പോ നമുക്ക് മഹല്ല് നേതാക്കൾക്കുള്ള ക്ലാസ് ആയതുകൊണ്ട് തൽക്കാലം അയിമന്നിട്ട് പോരാ. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഇൽമിന്റെ സംരക്ഷണം നടക്കണം. ഇൽമിന്റെ സംരക്ഷണം നടക്കണമെങ്കിൽ 3 കാര്യമാണ്. ഒന്ന്, ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. രണ്ടാമത്തേത്, ഗുരുനാഥന്മാരെ ആദരിക്കണം, എങ്കിലേ ഇൽമിന്റെ പരിപാലനം നടക്കുള്ളൂ. വേങ്ങര അടുത്തൊരു സ്ഥലത്ത് ഒരു മദ്രസന്റെ 60ാം വാർഷികത്തിന് പോയി ഞാന്. അപ്പോ ഒരു 60 കൊല്ലമായിട്ടുള്ള ഒരു മദ്രസ പുതുക്കി പണിത് അതിന്റെ ഉദ്ഘാടനമാണ്. അപ്പൊ അതിലൊരു ക്ലാസ്സാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാല് 60 കൊല്ലമായി ആ മദ്രസയിൽ പഠിപ്പിച്ച മുഴുവൻ ഉസ്താദുമാരെയും വീട്ടിൽ തെരഞ്ഞുപോയി. ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന. അതിനൊക്കെയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞത്. നബിദിനത്തിനും വേണം, വേണ്ട തന്നെയാണ്. നബിദിനത്തിന് നല്ലോണം വേണം, ഒറ്റതാണ്. അങ്ങനെ അത് ഇഷ്ക് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരേ മാതിരിയല്ല. ചിലർക്ക് പാട്ടയിക്കാരം. ഹസ്സാൻ ബിൻ സാബിത്തിന് പാട്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ, ചിലർക്ക് വയലയിക്കാരം, ചിലർക്ക് പാട്ടയിക്കാരം. റബീഉൽ അവ്വൽ 12 പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് ചോദിക്കും, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് സദറുസ്താദിനോട്. പാടിക്കോട്ടെ, ഒരാൾ പാടട്ടെ, ഓൽക്ക് ഇഷ്ക് പാട്ടാണ്. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നവർക്ക് തോന്നും
ഇതിപ്പോ ഇങ്ങനെ വിട്ടാൽ ശരിയാവൂലല്ലോ എന്നപ്പോ ഓർക്ക് കായ എടുത്തിട്ട് കവറിൽ ഇട്ടാണ്ട് കൊടുക്കാനാ തോന്നുക. ഓലെ ഇഷ്കം അങ്ങനെയാണ്, കൊടുക്കട്ടെ ഉണ്ടെന്ന്. നമ്മളിപ്പോ എന്തിനാ അതൊക്കെ മുടക്കാൻ നിൽക്കുന്നത്? ഒന്നും മുടക്കണ്ട. ഇഷ്കിൽ ഇന്നത് എന്നില്ല, അത് ചെയ്യുന്നവനാണ് തീരുമാനിക്കുക, വേറൊരാള് പറയല്ല ചെയ്യാ. ഇഷ്കിന്റെ അമൽ എന്നുണ്ടൊരു അമലില്ല ശരിക്ക്, അത് ചെയ്യണ ആള് തീരുമാനിക്കല എന്താ വേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് കേട്ടപ്പോ ഉമർ റളിയല്ലാഹുവിന് ഇഷ്ക് ഇങ്ങോട്ട് കയറി. അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാല് ഓടലുമ തല ഉണ്ടാവില്ല, ആലോചിച്ച് പറഞ്ഞോളി പറഞ്ഞു. അതായിരുന്നു മൂപ്പര് ഇഷ്ക്. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അങ്ങനെ ഖുർആനിലൊക്കെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ എന്താ അതിന് പറയാ, ഇജന്റെ പണി എന്താ വെച്ചാൽ നോക്കുന്ന, അല്ല എന്താ അതിന് മറുപടി? അത് ആശിക്കായ മനുഷ്യൻ തീരുമാനിക്കും എന്താ വേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞതിനാൽ സ്വർഗത്തിലാന്നാ നരകത്തിലാന്നാ നിങ്ങളെ അഭിപ്രായം? സമസ്തക്കാരെ അഭിപ്രായം മൂപ്പർക്ക് സ്വർഗത്തിൽ ഒന്നും കൂടി ദർജ കൂടിക്കാണ് അതുകൊണ്ട് എന്നാണ്, അല്ലാതെ കുറഞ്ഞിക്കാണ് എന്നല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം മുത്തുനബിയോടുള്ള താല്പര്യമാണ് കേട്ടോ. കൽബിന്ന് വിടരുതേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് വളരെ പ്രധാനമാണ്. അത് നമ്മളെ മഹല്ലത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു സുന്നിന്ന് വിട്ടുപോകില്ല. അവിടെ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാൽ സുന്നിന്ന് വിടും, ബാക്കിയൊക്കെ പിന്നെ അതിനെ തുടർന്നാണ് വരുന്നത്. ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽബിൽ സ്ഥാനം കുറയലാണ് ബിദ്അത്തിന്റെ അടിസ്ഥാനം. എന്നാ അത് മുബത്തദിയായ ഒരു മനുഷ്യനോട് വിളിച്ചിട്ട് അന്റെ കുഴപ്പ സാലിം വൈസി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഓൻ സമ്മതിക്കൊന്നുമില്ല. എന്നാലോ കുഴപ്പം തന്നെയാണ്, കുഴപ്പം തന്നെയെന്ന് ഉറപ്പാണ്, പക്ഷെ ഓൻ സമ്മതിക്കൂലെന്നേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികളെയും മക്കളെയും പെരക്കാരെയും നാട്ടുകാരെയും ഒക്കെ ആശിക്കുകളാക്കി പുണ്യനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് നമ്മളെ പഴമക്കാര് റബീഉൽ അവ്വലായാല് നമ്മളൊക്കെ പഴയ വീടുകളില് എല്ലാ ദിവസവും ഒരു ഹദീസ് മങ്കൂസ് മൗലിദെങ്കിലും ഓതിയിരുന്നു. ഇന്ന് 30 ദിവസത്തിന്റെ ഇടയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ഓതിക്കൂടെ നമുക്ക്? ആരും വിളിക്കണ്ട, വിളിച്ചാൽ നല്ലത് തന്നെയാണ്, വിളിക്കണ്ട. അവനാന് അത്യാവശ്യം അറബിയൊക്കെ എല്ലാവർക്കും വായിക്കാൻ അറിയല്ലോ, ഒരു ഹദീസ് മൗലിദെങ്കിലും ഓതിക്കും. എന്തായാലും നമ്മളെ കുട്ടികളെ കൂട്ടിയിട്ട് യാത്ര ചെയ്യുമ്പോ വണ്ടിയിൽ പാട്ടിടുമല്ലോ, അത് മധുനബി ആക്കിക്കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിനെ കൽബ് കയറ്റാതെ സുന്നത്ത് ജമാഅത്ത് കയറൂല. അതുകൊണ്ട് ഒന്ന് ഈമാന്റെ സംരക്ഷണം, രണ്ട് ഇൽമിന്റെ സംരക്ഷണം, മൂന്നാമത്തേത് അഭിമാനത്തിന്റെ സംരക്ഷണമാണ്. അതിൽ 2 കാര്യങ്ങൾ വരുന്നു, ഒന്ന് സ്വഭാവം, രണ്ടാമത്തേത് ബുദ്ധി. ശരീരമൊക്കെ അതിൽപ്പെട്ട തന്നെയാണ്, ശരീര സംരക്ഷണമൊക്കെ അതിൽപ്പെട്ട തന്നെയാണ്. എപ്പോഴും നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ വൃത്തിയിൽ നടക്കാൻ വേണ്ടി പരിശീലിപ്പിക്കണം. അതിന് നമ്മൾ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ നമ്മളെ ഈ ഓരോ സംഗതികളുടെയും വൃത്തി തീരുമാനിക്കാൻ ചില അടിസ്ഥാനങ്ങൾ ഉണ്ട് എന്നാണ്. നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ആ വീട് വൃത്തി ഉണ്ടോ ഇല്ലയോ നോക്കേണ്ടത് ബെഡ്റൂം നോക്കിയിട്ടാണ്. നമ്മളെ പെരയിൽ ഇപ്പൊ വിരുന്നേരം വന്ന് നമ്മൾ എന്താ ആദ്യം ചെയ്യാം, ആ ബെഡ്റൂമിന്റെ വാതിൽ വേഗം പോയിട്ട് നടക്കും, ഇനിയിപ്പോ അത് കാണണ്ടെന്ന് കരുതിയിട്ട്. കാരണം അവിടെ വിരിപ്പ് മടക്കി വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആ ചിരിച്ചുന്നവർക്കൊക്കെ അനുഭവം ഉണ്ട് എന്ന് മനസ്സിലായത്, എന്റെ മാത്രം അനുഭവം അല്ല എന്ന് മനസ്സിലാവുണ്ടല്ലോ. ചിരിച്ച എല്ലാവർക്കും ആദ്യം ചെയ്യല് ബെഡ്റൂമിന്റെ ഡോറ് വേഗം നടക്കും, ഇനിയിപ്പോ അത് കാണണ്ടെന്ന് കരുതിയിട്ട്. ഒരു വീട് വൃത്തി ഉണ്ടോ ഇല്ലയോ തീരുമാനിക്കുന്നത് കിച്ചൺ നോക്കിയിട്ടൊന്നും അല്ല, ബെഡ്റൂം എത്ര കണ്ട് വൃത്തി. എന്താ സംഗതി? അതിലൊരു സംഗതി ഉണ്ട്. അത് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമ് ഷുഐബ് നബിയുടെ നാട്ടിൽ പോയിട്ട് ആടിനെ നോക്കാൻ വേണ്ടി പോയല്ലോ. ആടിനെ നോക്കാൻ വേണ്ടി പോകുമ്പോ ഒരു വടിയൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് ആടുകളേറ്റ്. അപ്പോ പിന്നെ ഷുഐബ് നബി പറഞ്ഞിരുന്നു, മോനെ ഞാന് ഒരു കാര്യം ചെയ്യാം, എനിക്ക് ആടിനെ നോക്കലാണ് മഹറായി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ നീ വെറുതെ നോക്കൊന്നും വേണ്ട, ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകുന്ന എല്ലാ പുള്ളിയുള്ള ആടുകളെയും അനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ചരിത്രം പറയുമ്പോൾ ഉണ്ടാവുമ്പോ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പുള്ളിയുള്ള ആടുകളൊക്കെ തരാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോ വഴിക്കന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു. ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിച്ചു, എന്തൊക്കെ വർത്താനം എന്ന് ചോദിച്ചു. അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്, പുതിയ ജീവിതമൊക്കെ. ഓ അൽഹംദുലില്ലാ സുഖാണ്, സന്തോഷാണ്. എന്താ ഇപ്പൊ പരിപാടി? ആടിനോക്കലാണ് പരിപാടി. ആടിനൊക്കെയപ്പോ എന്താ കിട്ടുകയെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടുന്നാണ്ടുള്ള പുള്ളിയുള്ള ആടുകളൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, അതിന് ഞാൻ ഒരു പണി പറഞ്ഞുതരാം. അങ്ങനെ ഒരു തോട്ടം കാണിച്ചു കൊടുത്തു എന്നാണ്. ഇത് ഈ സംഭവം പിന്നെ ബൈബിളിലും അങ്ങനെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ചെറിയ വ്യത്യാസത്തോടു കൂടെയാണെന്ന് മാത്രം. അപ്പൊ ഒരു തോട്ടം കാണിച്ചു കൊടുത്തു. നിങ്ങൾ ആടിനേറ്റ് പോകുമ്പോ ഈ തോട്ടത്തിൽ നിന്ന് ഇല ചാടിച്ചു കൊടുത്താൽ മതി, എന്നാ ഞാൻ ഉണ്ടാകുന്ന കുട്ടിയൊക്കെ പുള്ളി ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ എന്നും ആടുകളേറ്റ് പോകുമ്പോ അവിടുന്ന് ഇല അടിച്ചു കൊടുക്കും, പിന്നെ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ പുള്ളിയുള്ളതായി എന്നാണ്. അങ്ങനെ ഒരിക്കൽ വാപ്പ ഷുഐബ് നബി പറഞ്ഞു, മോനെ
ഇഞ്ഞി വിടുന്നാണ്ട് വാപ്പാന്റെ കുട്ടിക്ക് പുള്ളില്ലാത്ത ആടുകളാണ് ടോർണം. അല്ല അതിപ്പോ ഈ പോക്ക് പോയാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ പിന്നെയും ജിബിരിയിൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു. വിവരങ്ങളൊക്കെ ചോദിച്ചു. പുതിയ തീരുമാനം എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഇനി ഇവിടുന്നാണ്ട് പുള്ളില്ലാത്ത ആടുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അതിനൊരു പണിയുണ്ട് പറഞ്ഞു. വേറൊരു തോട്ടം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടുന്ന് ഇല അടിച്ചു കൊടുത്താൽ ഇനി ഇവിടുന്നാണ്ടുള്ളതൊക്കെ പുള്ളില്ലാത്ത ആടുകളേക്കാളും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു എന്നാണ്. ആ താരിഖ് പിന്നെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ പിന്നെ കുറെ ആടുണ്ടായി. അതേറ്റ് നാട്ടിൽ പോകുന്നതും അങ്ങനെ ഭാര്യനെ കൊണ്ടുപോകുന്നതൊക്കെയാണ് കണക്ക് പെടയാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന്റെ ഉത്തരം, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന്റെ ഉത്തരം, ആദ്യം കാണിച്ചു കൊടുത്ത തോട്ടം ഉണ്ടല്ലോ, ആ തോട്ടത്തിൽ നിൽക്കുന്ന മരങ്ങൾ മുഴുവനും പുള്ളിയുള്ള മരങ്ങളായിരുന്നു എന്നാണ്. ഇല ചാടിച്ചു കൊടുത്ത് അത് കഴിച്ച് വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണചേരും. ഇണചേരുമ്പോൾ പുള്ളിയുള്ള മരങ്ങൾ കാണുന്നു എന്നതാണ് കുട്ടികൾ പുള്ളി ഉണ്ടായതിന്റെ കാരണം. രണ്ടാമത് കാണിച്ചു കൊടുത്തത് പുള്ളിയില്ലാത്ത തടിയുള്ള മരങ്ങളുള്ള തോട്ടമായിരുന്നു. അതാണ് ഇതിൽ നമുക്ക് വലിയൊരു തത്വമുണ്ട്. എന്താ, ഉള്ള വേസ്റ്റ് ഒക്കെ ബെഡ്റൂമിന്റെ റാക്കുമ്പോ കൊണ്ടുവച്ചാൽ കുട്ടികളൊക്കെ വേസ്റ്റ് ആവും. ഇതുകൊണ്ടാണ് ബെഡ്റൂം ഏറ്റവും വൃത്തി ഉണ്ടാവണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വീട്ടിൽ ചെന്നാല് വീടിന്റെ വൃത്തിയെ തീരുമാനിക്കുന്നത് ബെഡ്റൂം നോക്കിയിട്ടാണ്. ഇനി ഒരു ഹോട്ടലിൽ ചെന്നാലോ, ഹോട്ടലിൽ ചെന്നാൽ ബാത്റൂം നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ഒരു പള്ളി ചെന്നാലോ, പള്ളിയുടെ വൃത്തി തീരുമാനിക്കുന്നത് ബാത്റൂം നോക്കിയിട്ടാണ്. പള്ളിയുടെ വൃത്തി തീരുമാനിക്കുന്നത് ബാത്റൂമാണ്. നല്ല ടൈൽസ് ഇട്ട ബാത്റൂമൊക്കെ ഉണ്ട് ഉഷാറായിട്ട്. പക്ഷെ മൂത്രമൊഴിക്കാൻ വെള്ളം എടുക്കാൻ വെച്ചത് പൈന്റിന്റെ അളുക്കാണെങ്കിൽ മനസ്സിലായി പിസ്കന്മാരെ നാടാണ്. 25 ഉറുപ്യ മുഴുവൻ ഒരു കോപ്പ വാങ്ങാന്. ഈ പൈന്റിന്റെ പാത്രം കൊണ്ടുപോയി വിറ്റിങ്ങാണ്ട് അതുകൊണ്ട് വാങ്ങിയാൽ പോരെ? വേണ്ട, വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയാൽ കിട്ടൂലേ കോപ്പ വാങ്ങാനുള്ള പൈസ. ഈ സാധനം വെക്കേണ്ട ആവശ്യം എന്താ? അതവിടെ ഒക്കെ ഉള്ളതാ. നല്ല 1-ാം തരം ടൈൽസ് ഇട്ടിട്ട് ഇങ്ങനെ കുറെ പരിപാടി ഉണ്ട് നമുക്ക്. എന്തായാലും ഞാൻ വിഷയം മാറുന്നില്ല. അങ്ങനെ കുറെ പരിപാടി. അതിനുള്ള പേര് സൗകര്യത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന അസൗകര്യങ്ങൾ എന്നാണ്. ആ ചെരുപ്പിന്റെ വിഷയമുണ്ട്, അങ്ങനെ കുറെ വിഷയമുണ്ട്. സൗകര്യത്തിന്റെ പേര് അതിലേറെ വലിയ വിഷയമുണ്ട്. ഇപ്പൊ എല്ലാ